സംഗീതത്തെ ആയുധമാക്കി യുവതയുടെ നെഞ്ചകത്ത് ഇടം നേടിയ പ്രതിഭയാണ് വേടൻ എന്ന തൃശൂർക്കാരനായ ഹിരൺദാസ് മുരളി. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് വേടന്റെ വരികൾ പാടുന്നവരാണ്. അടുത്തിടെ വേടന്റേതായി പുറത്തിറങ്ങിയ ഹിറ്റായ മ്യൂസിക് വീഡിയോ ആയിരുന്നു മൗന ലോവ. വരികൾ എഴുതി പാടുക മാത്രമല്ല, വേടൻ തന്നെ അഭിനയിക്കുകയും ചെയ്തിരുന്നു. തന്റെ കാമുകിക്ക് വേണ്ടിയാണ് ഈ മൗനലോവ വേടൻ എഴുതിയത് എന്ന് പറയുന്നു. പാട്ടിൽ വേടനൊപ്പം അഭിനയിച്ചത് മോഡലായ വിദ്യ വിജയകുമാറാണ്. മ്യൂസിക് വീഡിയോ ഹിറ്റായ ശേഷം വിദ്യ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം യഥാർത്ഥ ജീവിതത്തിലും വേടന്റെ കാമുകിയാണോ എന്നാണ്. പലരും മുമ്പും ഇതേ ചോദ്യവുമായി വന്നിട്ടുണ്ടെങ്കിലും വിദ്യ ആർക്കും മറുപടി നൽകിയിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായി പ്രതികരിക്കുകയാണ് വിദ്യ. മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ വേടനൊപ്പമുള്ള അനുഭവം വിദ്യ പങ്കുവച്ചു. വേടന്റെ ഗേൾഫ്രണ്ട് ഞാനല്ല, മൗനലോവയിൽ അഭിനയിച്ചത് ഞാനാണ്. മൗനലോവ പാട്ടിറങ്ങും മുമ്പ് തന്നെ വിദ്യയാണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്ന് ചോദിച്ച് നിരവധി മെസ്സേജുകൾ വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയില്ല. പാട്ട് ഇറങ്ങും മുമ്പ് തന്നെ വേടൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാകും ഞാനാണ് വേടന്റെ കാമുകിയെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചത്. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല, ജോലിയുടെ ഭാഗമാണെന്ന് കരുതി വിടും. വേടന്റെ യഥാർത്ഥത്തിലുള്ള മൗനലോവയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയതാണെന്ന് വേടൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരാളെ താൻ ഷൂട്ടിനിടയിലോ അതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന ഫോട്ടോകൾ ഞാനും കണ്ടിരുന്നു. വേടന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതിനു മുമ്പും മെയിൻ ക്യാരക്ടറായി മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോകൾക്ക് വലിയ റീച്ച് കിട്ടിയില്ല. വേടന്റെ വർക്കിലേക്ക് ക്ഷണം ലഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വേടന്റെ പ്രോഗ്രാം കാണാൻ കുടുംബത്തോടൊപ്പം പോയിരുന്നു. അന്ന് ഇങ്ങനെയൊരു അവസരം കിട്ടുമെന്ന് ചിന്തിച്ചിരുന്നില്ല. വേടന്റെ പാട്ടുകൾ നേരത്തെ മുതൽ കേൾക്കുന്നയാളാണ് ഞാൻ. നേരിട്ട് വേടനെ കാണുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഉറങ്ങുകയായിരുന്നു വേടൻ. മൗനലോവയുടെ ഷൂട്ടെല്ലാം എറണാകുളത്തായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കൂളായി. വേടനും കൂളാണ്, നമ്മളെയും കംഫർട്ടബിൾ ആക്കും പുള്ളി. പാട്ടിലേക്ക് കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ടീമിനോട് എന്നെ സജസ്റ്റ് ചെയ്തത് വേടൻ തന്നെയാണ്. എന്നിട്ടാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തത്. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് അത് കേട്ടപ്പോൾ തോന്നി. ഷൂട്ട് സമയത്ത് വേടൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് നിരവധി പേർ കാണാനും ഫോട്ടോ എടുക്കാനും വരുമായിരുന്നു. എല്ലാവരോടും കൂളായിട്ടാണ് വേടൻ പെരുമാറുന്നത്. കാമുകി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെന്ന് മനസ്സിലായത് കമന്റ്സ് കണ്ടപ്പോഴാണ്. എന്നെ അറിയാവുന്നവർ വരെ ഒരു ഘട്ടത്തിൽ ഇനി നീയെങ്ങാനുമാണോ കാമുകിയെന്ന് വരെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ സൈബർ അറ്റാക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കാമുകിയാണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചവർക്ക് ഞാൻ ഇതുവരെയും മറുപടി കൊടുത്തിട്ടില്ല. ആദ്യമായി ഇപ്പോഴാണ് മറുപടി നൽകുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് മോഡലിംഗിലേക്ക് വന്നത്. ആക്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. സിനിമയിലേക്ക് കയറാൻ നോക്കുന്നുമുണ്ട്. സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്. സ്കിൻ ടോൺ ബേസ് ചെയ്തല്ലാതെ സ്റ്റീരിയോ ടൈപ്പ് അല്ലാത്ത കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം. സ്കിൻ ടോണിൻ്റെ കാര്യം നോർമലൈസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. മുമ്പ് ഞാനും സ്കിൻ ടോണിൻ്റെ കാര്യത്തിൽ വളരെ ഇൻസെക്യൂർ ആയിരുന്നു. പിന്നീട് ടിക്ടോക്കിൽ ആക്റ്റീവായ ശേഷം ആളുകളുടെ സപ്പോർട്ടും കമൻസും കണ്ടപ്പോൾ അതൊക്കെ പതിയെ മാറിയെന്നും വിദ്യ പറയുന്നു.